Jane, you need to tell him to come and sit here. He won't come. He's talking to sandals. What? What are you doing? What are you doing? You know pimple treatment? It's a pimple treatment. Ah, yes. It's pimple. എല്ലാ വർഷവും വരുന്ന ഞങ്ങളുടെ സ്ഥിരം കസ്റ്റമറാണിത്. UK യിൽ നിന്നാണ് ഇവർ വരുന്നത്. ഇപ്രാവശ്യം വന്നപ്പോൾ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യണമെന്നും പെഡിക്യൂർ ചെയ്യണമെന്നും പിന്നെ നെയിൽ ആർട്ട് ചെയ്യണമെന്നും കൂടി പറഞ്ഞു. പിന്നെ കൂടാതെ ഇപ്രാവശ്യം ഇദ്ദേഹത്തിന്റെ സിസ്റ്ററും കൂടി ഉണ്ടായിരുന്നു. ആൾക്ക് ഒരു ഗോൾഡൻ ഫേഷ്യലും പിന്നെ ഹെയർ കട്ടും കൂടാതെ ഹെയർ കളറും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്ത് ആദ്യം എല്ലാം ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുന്നത്. അപ്പോൾ പിമ്പിളും ഉണ്ടായിരുന്നു. അപ്പോൾ പിമ്പിൾ ട്രീറ്റ്മെൻറ്റും ഹൈഡ്രാ ഫേഷ്യലും എല്ലാം കൂടി ഒരുമിച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പെഡിക്യൂർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞങ്ങൾ നെയിൽ ആർട്ടും കൂടി ചെയ്തു. അപ്പം ഞങ്ങളുടെ രണ്ടുപേരും കൂടി ഒരുമിച്ച് 2 വർഷം കൂടെ ചെയ്തു. അപ്പം ഞങ്ങൾ പിന്നെ വേറൊരാൾ സിസ്റ്ററിൻ്റെ മുടി ഹെയർ കളറും ചെയ്ത് ഗോൾഡൻ ഫേഷ്യലും ഒക്കെ ചെയ്തുകൊണ്ട് അപ്പം രാത്രി ഒരു 11 മണി വരെ ഞങ്ങൾ വർക്ക് ചെയ്തു. പിന്നെ ഇവരെന്ന് വെച്ചാൽ ഈ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാവത്തില്ല. കാര്യം ഇവർ സംസാരിക്കുന്ന ഒരു ഫ്രഞ്ച് കലർന്ന ഒരു ഇംഗ്ലീഷാണ്. അപ്പം ഞങ്ങൾക്ക് അതൊന്നും വലിയ പിടിയില്ല. ഇംഗ്ലീഷ് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പറയുന്നേ ഉള്ളൂ. പിന്നെ എല്ലാ പ്രാവശ്യം വരുന്നതുകൊണ്ട് ആ ഒരു അടുപ്പമുണ്ട്. ഭയങ്കര എപ്പോഴും എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ അടുത്ത് വരാനും പോകാൻ നേരത്തെ യാത്രയൊക്കെ പറഞ്ഞു പോകുമ്പോഴൊക്കെ ഭയങ്കര സങ്കടം. അടുത്ത പ്രാവശ്യം ഇതേ സമയത്ത് വരാം എന്നൊക്കെ ഞങ്ങളോട് പറയും. പിന്നെ ഈ പ്രാവശ്യം ഒത്തിരി അവർ ലേറ്റായിട്ടാണ് വന്നത്. പിന്നെ ഞങ്ങൾ ആ സമയം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എല്ലാം ചെയ്ത് നെയിലൊക്കെ അവർ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ നെയിൽ ചെയ്തു കൊടുത്തു. കാര്യം അവരൊരു ഫോട്ടോ കാണിച്ചു തന്നു. അപ്പോൾ ആ നെയിൽ എങ്ങനെയാണോ ചെയ്യേണ്ടത് അപ്പോൾ അതുപോലെ തന്നെ ചെയ്തു കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞ് അവർ പെഡിക്യൂർ ചെയ്തതിന് ശേഷം ഞങ്ങളുടെ തുറഞ്ഞ് റെഡ് നെയിൽ പോളിഷ് തന്നെ ഇട്ട് തരണമെന്നൊക്കെ പറഞ്ഞ് അതെല്ലാം ചെയ്തു കൊടുത്തു. പിന്നെ അവർ പറഞ്ഞ ഹെയർ കളറാണ് ചെയ്തത്. എല്ലാം കൊണ്ട് അവർക്ക് വളരെയധികം സന്തോഷമായി. അവർ പോകാൻ നേരത്ത് പിന്നെ 2 കുട്ടികളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഓരോ കമൻ്റൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവർ ലാസ്റ്റ് ആയപ്പോൾ അവർക്ക് തന്നെ മടുപ്പ്. കാര്യം വെച്ചാൽ കുട്ടികൾക്ക് ഒത്തിരി ടൈം എടുത്തോണ്ട്, കുഞ്ഞു കുട്ടികളാണേ, അപ്പോൾ ഒത്തിരി ടൈം എടുത്തോണ്ട് അവർക്ക് ഭയങ്കര ഇതായി. പിന്നെ ഞങ്ങൾ അവരെല്ലാം ഓക്കെ ആക്കി സോപ്പൊക്കെ ഇട്ട് എന്തൊക്കെയോ പറഞ്ഞു. ഞങ്ങൾക്ക് അറിയാവുന്ന ഇംഗ്ലീഷൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പറഞ്ഞു. അപ്പം വളരെ സന്തോഷമായിരുന്നു. കുട്ടികൾക്ക് നല്ലതായിട്ട് ഇംഗ്ലീഷ് അറിയാം. അവർ പക്ഷേ ഈ അനിയത്തി കൊച്ചിനാണെങ്കിൽ ഒട്ടും എന്ന് വെച്ചാൽ അവർ പറയുന്ന ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അവർ ശരിക്കും ഫ്രഞ്ചാണ് പറയുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം വരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഉമ്മൊക്കെ തന്ന് ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് പോയി. പക്ഷെ ഞങ്ങൾ നെയിൽ ആർട്ട് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ടെമ്പററി നെയിൽ ആർട്ടാണ്. അവർക്ക് പെർമനൻറ്റ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയെല്ലാം ചെയ്ത് കൊടുത്ത് വളരെ ഹാപ്പി ആയിട്ട് അവർ പോയി. അപ്പം ഓക്കെ, താങ്ക് യു, ഇത്രയേ ഉള്ളൂ, ബൈ.